എല്ലാ സ്റ്റുഡൻസിൻ്റെയും ജോയിനായിട്ടുള്ള ആൾക്കാർ അവരവരുടെ സ്റ്റുഡൻസിനെയും കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ നറൂട്ടോയുടെയും സാസ്കേയുടെയും സാക്കുറയുടെയും സ്ക്വാഡിലുള്ള ജോയിനായിട്ടുള്ള ആൾ മാത്രമേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നറൂട്ടോ ആണെങ്കിൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡ് തുറക്കുന്ന ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ സാസുക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു ജോയിനായിട്ടുള്ള ലെവലുള്ള ഒരാളാണ്, അപ്പോൾ ഈസി ആയിട്ട് ഈ പ്രാങ്കിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ സാക്കുറയുടെ മനസ്സിലും ഈ പ്രാങ്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്, പക്ഷേ അത് നറൂട്ടോയുടെ അടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ആ പ്രാങ്കിൽ നമ്മുടെ ജോയിനായിട്ടുള്ള ആൾ വീഴാണ്. ഇതാണ് ഇവരെ 3 പേരെയും ടീമിലുള്ള ജോയിനായിട്ടുള്ള ആൾ, കക്കാശി എന്നാണ് പേര്. അപ്പോൾ കക്കാശി വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ തോന്നിയത് നിങ്ങൾ 3 പേരും ഇഡിയറ്റ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 3 പേരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ജോയിനായിട്ടുള്ള ആളുടെ അടുത്ത് പറയണത്, നിങ്ങൾ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞങ്ങൾക്ക് ആരാന്ന് അറിയണ്ടേ നിങ്ങൾ എന്നുള്ള രീതി പറയാണ്. അപ്പോൾ പറയാണ്, എൻ്റെ പേര് കക്കാശി ഹത്തക്കെ എന്നാണ്, എനിക്ക് ഒരുപാട് തിങ്സ് ഹേറ്റ് ആയിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഹോബീസൊന്നും ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ എൻ്റെ ഡ്രീംസ് എന്താണെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സാക്കുറയും നറൂട്ടോയും പറയുന്നുണ്ട്, ഇതിനായിട്ടും ഭേദം ഒന്നും പറയാതിരുന്നാൽ പോരെ, ഇതിൽ ആ കൂടി അങ്ങേരെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതി പറയാണ്. എൻ്റെ പേര് നറൂട്ടോ ഉസുമാക്കി, എനിക്കാണെങ്കിൽ ആ ഇൻസ്റ്റൻറ്റ് റാമനാണ് കൂടുതൽ ഇഷ്ടം, അതുപോലെ തന്നെ നൂഡിൽസും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ നൂഡിൽസിന് വേണ്ടിയിട്ട് 3 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഹൊക്കാഗെ ആവണം എന്നാണ്, എന്നാൽ മാത്രമേ എന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ നോക്കുള്ളൂ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്നുള്ള രീതിയിൽ എന്നെ നോക്കുള്ളൂ. ഇപ്പോൾ എല്ലാവരും എന്നെ ഒരു ഹെയ്റ്റ് ആയ രീതിയിൽ നോക്കുന്നുണ്ട്, അതെനിക്ക് മാറ്റണം എന്ന് പറയാണ്. കക്കാശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും അവൻ്റെ ഡ്രീമും ഇല്ലാതെ നല്ലത് തന്നെയാണ്, അവൻ്റെ തിങ്കിങ് നല്ലതായിട്ടുണ്ട് എന്നുള്ള രീതി വിചാരിക്കുകയാണ്. ഇതേ സമയം അടുത്ത് സാക്കുറ പറയാണ്, എനിക്ക് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സാസുക്കേനെ നോക്കും, അതുപോലെ എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ഹോബി എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് സാസുക്കേനെ നോക്കും, അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണെന്നുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സാസുക്കേനെ നോക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ആഗ്രഹം ഫുള്ള് സാസുക്കേനെ വേണം എന്നുള്ളതാണ്. അങ്ങനെ സാസ്കെ പറയാണ്, എൻ്റെ പേര് സാസ്കെ ഉച്ചിഹ, എനിക്കാണെങ്കിൽ ഒരു റിയാലിറ്റി ഫോം ചെയ്യണം എന്നാണ് ആഗ്രഹം, കാരണം എൻ്റെ പ്ലാനിനെ എനിക്ക് റീസ്റ്റോർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ എനിക്ക് ഒരാളെ കൊല്ലാൻ വേണം, അത് ഡ്രീം അല്ല, അതാണ് എൻ്റെ റിയാലിറ്റി, എനിക്ക് അതിലേക്ക് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം എന്ന് പറയാൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നറൂട്ടോയും സാക്കുറയും ഇങ്ങനെ ഒരുമാതിരി തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കക്കാശി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ തിങ്ക് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്, എന്തായാലും അതങ്ങനെ നടക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നുള്ള രീതി പറയണം. എന്നിട്ട് കക്കാശി പറയുന്നുണ്ട്, എന്തായാലും നാളെ തൊട്ട് നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറയണം. അപ്പോൾ ഏത് മെഷീനാണ് എന്നുള്ള രീതി ചോദിക്കുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെഷീനല്ല, നിങ്ങളിവിടെ ഗെനുവിനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നാളെ ഒരു ട്രെയിനിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാക്കുറ പറയുന്നുണ്ട്, ട്രെയിനിങ്ങിനാണെങ്കിൽ ഞങ്ങൾക്ക് അക്കാദമിയിലെല്ലാം കഴിഞ്ഞതല്ലേ, എന്തിനാ പിന്നെ ഒരു ട്രെയിനിങ് എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത് ആ ട്രെയിനിങ് അല്ല, ഇതിൽ 66% ഫെയിലാവും, അതിൽ 44% മാത്രമേ ചാൻസ് ഉള്ളൂ നിങ്ങൾ പാസ്സാകാൻ, എന്തായാലും ഫെയിലാവാൻ മാത്രമാണ് ചാൻസ് കൂടുതൽ, അതിൻ്റെ കൂടെ നാളെ വരുമ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വേണം വരാൻ എന്നുള്ള രീതി പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെ മെഷീൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കക്കാശി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ഇവർ പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കക്കാശി പറയുന്നുണ്ട്, എന്തായാലും ഇതിൽ 2 ബെല്ലുണ്ട്, ഈ ബെല്ല് നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം, അതും ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ, അഥവാ നിങ്ങളിത് എടുത്തില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ലഞ്ച് ഞാൻ കഴിക്കുന്നതായിരിക്കും എന്നുള്ള രീതി പറയാണ്. അതുപോലെ തന്നെ ഇതിൽ 2 ബെല്ലിൽ ആകെ കൂടി 3 ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ജയിക്കുമെന്നുള്ള രീതിയിൽ സാക്കുറ ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട്, ഇതിൽ 2 ബെല്ലിൽ 2 പേർക്കേ എടുക്കാൻ പറ്റത്തുള്ളൂ, ബാക്കി ഒരാൾ ഡിസ്ക്വാളിഫൈ ആവും, തിരിച്ച് അക്കാദമി തന്നെ പോകും എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ആഹാരം കഴിക്കാണ്ട് വന്നുകൊണ്ട് തന്നെ ഇവർ 3 പേരും പെട്ടുപോയിട്ടുണ്ട്, കുറച്ചും കൂടി ഹാർഡായിട്ടുണ്ട് ഇവരുടെ സിറ്റുവേഷൻ. അപ്പോൾ ഈ ടൈമിൽ കക്കാശി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, വല്ല കത്തിയോ ഷുറിക്കനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അതൊക്കെ ഡേഞ്ചറസ് ആണ് എന്നുള്ള രീതിയിൽ സാക്കുറ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് നറൂട്ടോ, എന്തായാലും ഇങ്ങേരെ കൊണ്ട് ഒരു കത്തി പോലും ഡോഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ കക്കാശി പറയുന്നുണ്ട്, എന്തായാലും നിന്നെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിനക്ക് ഭയങ്കര സ്കോറാണല്ലോ, അതുപോലെ തന്നെ ഒരു ലൂസറല്ലേ നീ എന്നുള്ള രീതി പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നറൂട്ടോയ്ക്ക് ദേഷ്യം വരും. അവനാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് കക്കാശീനെ ആണെങ്കിൽ കുത്താൻ വേണ്ടിയിട്ട് ഓടിപ്പോവും. അപ്പോൾ കക്കാശി അത് ഡോഡ്ജ് ചെയ്തിട്ട് തിരിച്ച് ഇവൻ്റെ ഇതിലേക്ക് ആക്കി തന്നെ ഇവനെ കുത്താൻ നിൽക്കുന്ന രീതി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ സ്റ്റാർട്ട് പറഞ്ഞിട്ടില്ല, എന്തായാലും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തുടങ്ങിയല്ലോ, സ്റ്റാർട്ട് ചെയ്തല്ലോ ഞാൻ പറയുന്നതിന് മുന്നേ എന്നുള്ള രീതി പറയണം. അങ്ങനെ സ്റ്റാർട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ടൈമിലാണ് ഹൊക്കാഗെ ഓഫീസിൽ ഇറൂക്ക സെൻസി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ സ്റ്റുഡൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, നറൂട്ടോയും സാസുകയും സാക്കുറയും അവർ 3 പേരും ചെറിയ പിള്ളേരാണ്, അതേപോലെ തന്നെ അവർ ട്രെയിനായി വരുന്നേ ഉള്ളൂ,
പക്ഷേ അവർക്ക് എന്തിനാണ് കക്കാശിനെ പോലുള്ള ഒരു ജോനിയായിട്ടുള്ള ആളൊക്കെ കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ബ്രൂട്ടലാണ്, അങ്ങേര് കാണിക്കുന്നതെല്ലാം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ്, ആരും ഇതുവരെ പാസ്സായിട്ടില്ല എന്നുള്ള റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഹൊക്കാഗെയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവരെല്ലാവരും ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നറൂട്ടോ മാത്രം ഒളിച്ചിരിക്കാതെ നേരെ ഫ്രണ്ടിൽ കക്കാശിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ബാക്കി 2 പേരും പോയി ഒളിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു നിഞ്ച ആയിക്കഴിഞ്ഞാൽ ആദ്യം ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ ആക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അവരെന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ ജുറ്റ്സു ഉപയോഗിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒബ്സർവേഷൻ ചെയ്യണം. അപ്പോൾ നറൂട്ടോ ഇതൊന്നും പാലിക്കാതെയാണ് അവൻ ഒരു പൊട്ടനെ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ടൈമിൽ ഇതെല്ലാം ഇവർ വിചാരിക്കുന്നുണ്ട്, ഇവൻ കാണിക്കുന്നതെല്ലാം ഒരു ലൂസറായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നറൂട്ടോ ആണെങ്കിൽ കക്കാശിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. കക്കാശി ആണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നുണ്ട്. നിന്നെയൊക്കെ എനിക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിനക്ക് അത്രയൊക്കെ കാര്യങ്ങളെ അറിയുണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ബുക്ക് എടുത്ത് വെച്ച് വായിക്കാണ്. നറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ വരും, അപ്പോൾ ഡോഡ്ജ് ചെയ്ത് മാറും. അങ്ങനെയാണെങ്കിൽ കക്കാശി ഒരു ഹാൻഡ് സൈൻ കാണിക്കണം. അപ്പോൾ ഈ ഹാൻഡ് സൈൻ കാണിക്കുമ്പോൾ സാസ്കയും സാക്കുറയും വിചാരിക്കുന്നുണ്ട് എന്തായാലും നറൂട്ടോനെ ഫയർ ജുറ്റ്സു ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ നറൂട്ടോയുടെ കാര്യം പോക്കാവും എന്നുള്ള രീതിയിൽ സാക്കുറ ആണെങ്കിൽ അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് കക്കാശി ഹിഡൻ ലീഫ് സീക്രട്ട് ഫിംഗർ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പാവൻ നറൂട്ടോയുടെ കാര്യം പറയുന്നുണ്ട്. അവനാണെങ്കിൽ നേരെ പുഴയിൽ പറന്നു പോയി കിടക്കുന്നുണ്ട്. കക്കാശി ഇത് യൂസ് ചെയ്യണ കണ്ടിട്ട് അവർ വിചാരിക്കുകയാണ് ഇതെന്താണ് ജുറ്റ്സു, ഇത് ഒരുമാതിരി വല്ലാത്തൊരു ജുറ്റ്സായി പോയല്ലോ എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഷുറൈക്കനൊക്കെ വലിച്ചെറിയുന്നുണ്ട്, എന്നാലും അതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ ഈ ടൈമിൽ എറോക്ക സെൻസി ആണെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്, ഹൊക്കാഗെ കൊടുത്ത ബുക്കാണ്. അതിൽ നമ്മുടെ കക്കാശിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലാണ് അവൻ ട്രെയിനും പ്രാക്ടീസും ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതി കുറച്ച് ടഫാണ്, ഏറ്റവും കൂടുതൽ ടഫാണ് എന്നുള്ള രീതിയിൽ എറോക്ക പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്റ്റിൽ ജെന്യൂനായിട്ടുള്ള ഒരാളുടെ അടുത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതേപോലെ കക്കാശി ആണെങ്കിൽ ഇന്നേ വരെ ഒരു ടീംമേറ്റിനെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയണേ, എല്ലാവരും ഫെയിലാക്കി വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയണേ. അപ്പോൾ ഹൊക്കാഗെ പറയുന്നുണ്ട് നീ എന്തായാലും കക്കാശിനെ കുറിച്ച് കാര്യങ്ങൾ തെറ്റിദ്ധരിച്ച് പറയണ്ട, കക്കാശിയുടെ സ്റ്റാൻഡേർഡിനൊത്ത ആൾക്കാരെ അവന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവൻ എലിമിനേറ്റ് ആക്കി വിട്ടത് എന്നുള്ള രീതിയിൽ പറയാണ്. ഈ ടൈമിൽ നറൂട്ടോ ആണെങ്കിൽ നേരെ നീന്തി വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കയറി വരും. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അതേപോലെ ഇവർക്ക് 3 പേർക്ക് വിശക്കുന്നുണ്ട്, കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ. അപ്പോൾ ഈ ടൈമിൽ തന്നെ നറൂട്ടോ ആണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരുപാട് ഷാഡോ ക്ലോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ കക്കാശിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ കക്കാശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ റൂമേഴ്സ് എല്ലാം കറക്റ്റാണ്, മിസൂക്കിനെ അടിച്ചിട്ടത് ഇവൻ തന്നെയാണ്, അതുപോലെ ഇവന് ഒരുപാട് ഷാഡോ ക്ലോൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കറക്റ്റാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ച് നിൽക്കുകയാണ്. അതുപോലെ കക്കാശി പറയുന്നുണ്ട് നീ ഈ ജുറ്റ്സു ഉപയോഗിക്കുന്ന വെറുതെയാണ്, നിനക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നറൂട്ടോ ആണെങ്കിൽ ബാക്കിൽ നിന്ന് വന്ന് പിടിക്കുകയും ചെയ്യും കക്കാശിനെ. അതേപോലെ നേരെ പഞ്ച് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമായി എന്നുള്ള രീതിയിൽ സാക്കുറയും സാസുകയും ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്, എന്തായാലും കക്കാശിയുടെ ആ ബെല്ല് കിട്ടും എന്നുള്ള രീതിയിൽ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ കക്കാശി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. സാധാരണ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വുഡ് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇത് വുഡിന് പകരം നറൂട്ടോയുടെ അതേ ഷാഡോ ക്ലോൺസിനെ അതിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കാണുന്ന നറൂട്ടോയ്ക്ക് അവൻ കക്കാശി ട്രാൻസ്ഫോം ആയിട്ട് നറൂട്ടോയുടെ വശത്തിലായി എന്ന് വിചാരിച്ചിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. എന്നിട്ട് ഇവൻ്റെ എനർജി തീരുമ്പോൾ അവൻ പഴയ പോലെ ആവുകയാണ്. അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കാണ്, അവൻ്റെ സ്വന്തം ക്ലോണിനെ തന്നെ എടുത്ത് മാറ്റിയിട്ട് വെച്ചതാണ് എന്നുള്ള രീതിയിൽ അവന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ടൈമിൽ നറൂട്ടോ ആണെങ്കിൽ ഒരു ബെല്ല് അവിടെ താഴെ വീണ് കിടക്കുന്നത് കാണും. അപ്പോൾ ഇത് ഫൈറ്റിനിടെ വീണതായിരിക്കും, എന്തായാലും എനിക്ക് എൻ്റെ ബെല്ല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോകുമ്പോൾ അവൻ ആ ട്രാപ്പിൽ കുടുങ്ങും. അതേപോലെ ഇവനെ കയറിൽ കെട്ടി തൂക്കുകയും ചെയ്യും. അങ്ങനെ അവൻ ആ ട്രാപ്പിൽ വീഴുകയാണ്. അപ്പോൾ ഈ ടൈമിൽ കക്കാശി ആണെങ്കിൽ വന്ന് സംസാരിക്കുന്നുണ്ട്, നീ ഈ ഈസി ആയിട്ടുള്ള ട്രാപ്പിൽ വന്ന് വീണല്ലോ എന്നുള്ള രീതി പറയും. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ സാസുകെ ആണെങ്കിൽ നേരെ ഷുറിക്കിനെ ഇറങ്ങി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക.